Good morning, students. Last class we discussed about the term capacitance or capacity. Capacitance is the ability to store electric charge on metal plate. It is measured as the ratio of charge stored on a conductor to the potential raised. C is equal to formula Q by V. Also, we derived the equation for capacitance of an isolated spherical conductor. Do you remember that result? Capacitance of an isolated spherical conductor, C equal to formula 4 pi epsilon 0 R. And using that result, we found that capacitance of a spherical conductor is directly proportional to its radius. That means larger the radius of a spherical conductor, more will be its capacity. And the last part, we derive the equation or we find the value of capacity of earth using that result, C equal to 4 pi epsilon 0 R. And you remember the result you got was around 711 microfarad. That shows, in spite of having a large shape, earth has only capacity of the order of microfarad. That means around 6,400 kilometer radius sphere has only microfarad capacity. This result leads to some new innovations to increase the capacity of a conductor, and that inquiry leads to a new device that is called a capacitor. അതായത് 6400 കിലോമീറ്റർ റേഡിയസ് ഉള്ള വലിയ സ്ഫിയറായ ഏർത്തിന് പോലും 711 മൈക്രോഫാരഡ് കപ്പാസിറ്റിയേ ഉള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ അവസാനം കണ്ടത്. അപ്പം ആ റിസൾട്ട് കാണിക്കുന്നത് ഒരു ഫാരഡ് ഓർഡറിലുള്ള കപ്പാസിറ്റി നമുക്ക് ഒരിക്കലും ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കാനേ പറ്റില്ല. അപ്പോൾ അടുത്ത സംശയം, നമുക്ക് എന്തെങ്കിലും മെത്തേഡിലെ കൂടി കപ്പാസിറ്റി കൂട്ടാൻ വഴിയുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി ചില റീഅറേഞ്ച്മെൻറ്റ്സ് നടത്തിക്കഴിഞ്ഞാൽ കപ്പാസിറ്റി കൂടുന്നതായിട്ട് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടുത്തത്തിൻ്റെ അവസാനമാണ് ഈ ഡിവൈസിലേക്ക് നമ്മൾ എത്തിയത്, കപ്പാസിറ്റർ. സോ പറഞ്ഞു വരുന്നത്, ഒരു കണ്ടക്ടറിനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മോഡിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ കണ്ടക്ടർ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസായിട്ട് മാറുന്നത്. വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ടോ? കണ്ടക്ടറും കപ്പാസിറ്ററും തമ്മിൽ ഒരു റീഅറേഞ്ച്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. കണ്ടക്ടർ കപ്പാസിറ്റർ ആക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണ്ടേ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കപ്പാസിറ്റി എങ്ങനെയാണ് കപ്പാസിറ്ററിൻ്റെത് കൂടുന്നത്, ആ ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട റീഅറേഞ്ച്മെൻറ്റിനെ കുറിച്ചിട്ട് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ കപ്പാസിറ്റർ പഠിക്കുക. അങ്ങനെ റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുതിയ കപ്പാസിറ്റിക്കുള്ള ഇക്വേഷൻ നമ്മൾ ഇനി ഡിറൈവ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? റെഡി? സോ വാട്ട് ഈസ് കപ്പാസിറ്റർ? കപ്പാസിറ്റർ ഈസ് എ device for storing large amount of electric charge and hence electric energy in a small space. മലയാളത്തിൽ പറഞ്ഞാൽ കുറേ ചാർജും അതുവഴി ഇലക്ട്രിക് എനർജിയും ചെറിയ സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ്
capacitor. It's an arrangement for storing large amount of electric charge and hence electric energy in small space. അപ്പോൾ നിങ്ങൾ ഇന്ന് തുടക്കത്തിൽ എഴുതേണ്ട നോട്ട്ബുക്കിൽ കപ്പാസിറ്റർ എന്ന ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ താഴെ എഴുതുക ഇറ്റ്സ് എൻ അറേഞ്ച്മെൻറ്റ് ഫോർ സ്റ്റോറിങ് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഹെൻസ് ഇലക്ട്രിക് എനർജി ഇൻ എ സ്മോൾ സ്പേസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്ന് പറയുന്ന ഡിവൈസിന് എങ്ങനെയാണ് കപ്പാസിറ്റി കൂടിയതെന്നും എങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കുക എന്നുള്ളത്. ഫോർ ദാറ്റ് ലെറ്റ് us കൺസിഡർ എ സിംഗിൾ മെറ്റൽ പ്ലേറ്റ് P1. ഇതൊരു സിംഗിൾ മെറ്റൽ പ്ലേറ്റ് P1 ആണെന്ന് വിചാരിക്കുക. P1 എന്നുള്ളത് പ്ലേറ്റിൻ്റെ പേരാണ്. P1 പ്ലേറ്റ്, ഇറ്റ്സ് എ മെറ്റൽ പ്ലേറ്റ് P1. Suppose you give charge. When you give charge, you know metal plate store electric charge uniformly on its surface. Let Q plus Q be the charge given on the conductor. So what will be its capacity? You know, when we give charges to a conductor, its potential will rise. Potential കൂടും. എന്താ പൊട്ടൻഷ്യൽ കൂടും എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? ഇവിടത്തേക്ക് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് കൂടും. ആദ്യത്തെ ഈ ഒരു ചാർജിനെ കൊണ്ടുവരുമ്പോൾ ചെറിയ വർക്കുണ്ട്. ഈ ചാർജിനെ കൊണ്ടുവരുമ്പോൾ കൂടുതലായിട്ട് എക്സ്റ്റേണൽ വർക്കാണ്. കാരണം ഈ ഓൾറെഡി ഉള്ള പോസിറ്റീവ് ചാർജ് ഈ വരുന്ന പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും. ഇവൻ വരാൻ കൂടുതൽ റിപ്പൽഷൻ ഉണ്ടാവും. കാരണം ഈ രണ്ടാളും കൂടിയിട്ട് ഇവനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ചാർജിനെ പോസിറ്റീവിനെ കൊണ്ടുപോയി നിൽക്കുമ്പോൾ വർക്ക് കൂടി വരും. അപ്പോൾ വി പൊട്ടൻഷ്യലായി വിചാരിക്കും ക്യൂ ചാർജ് എത്തുമ്പോൾ. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഫോമുല ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. ചാർജ് സ്റ്റോർഡ് ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ. ഇത് കഴിഞ്ഞ ദിവസമേ ഉള്ളതാണ്. കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ, സിംഗിൾ കണ്ടക്ടർ. കപ്പാസിറ്റർ ആയിട്ടില്ലേ, ഇത് കണ്ടക്ടറിനെ കുറിച്ച്. കണ്ടക്ടറിൽ നിന്ന് കപ്പാസിറ്ററിലേക്കുള്ള വ്യത്യാസം എന്താണെന്ന് പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കപ്പാസിറ്റി നമുക്ക് കൂട്ടണം, അതാണല്ലോ നമ്മളെ ആഗ്രഹം. കപ്പാസിറ്റി കുറഞ്ഞു പോയി എന്നുള്ളതാണല്ലോ കഴിഞ്ഞ ദിവസത്തെ ഒരു സങ്കടം. ഏർത്തിന് പോലും 6400 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഏർത്തിന് പോലും വിചാരിച്ച പോലെ SI യൂണിറ്റായ ഫാരഡിൽ പറയാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. മൈക്രോ ഫാരഡ് എന്ന് പറയുന്ന സ്മോളർ യൂണിറ്റിലാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തത്. അപ്പോൾ കപ്പാസിറ്റി കൂട്ടണം. അപ്പോൾ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ വഴി? ഇപ്പം എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള കപ്പാസിറ്റി കൂട്ടണം. നിങ്ങളൊരിക്കും ഈ ഇക്വേഷൻ പ്രകാരം കപ്പാസിറ്റി കൂട്ടാൻ ചാർജ് കൂട്ടിയാൽ പറയുന്നത്. കപ്പാസിറ്റി കൂട്ടാൻ ചാർജ് കൂട്ടി, കാരണം കപ്പാസിറ്റി കാരണമാണ് ചാർജ് എടുക്കാനുള്ള കഴിവ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി കൂടുതൽ ഭക്ഷണം കൊടുത്താൽ പോരെ? അയാൾ കൂടുതൽ ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കാത്തതല്ലേ പ്രശ്നം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. ആ കുട്ടി ഒരു ഇഡ്ഡലിയെ കഴിക്കുന്നുള്ളൂ. ഒരു ഇഡ്ഡലി കഴിക്കുമ്പോൾ അപ്പോഴത്തേക്ക് അവൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നു. നമുക്കൊരാഗ്രഹം അവനെ കൊണ്ടൊരു 3 ഇഡ്ഡലി കഴിപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും, അവൻ്റെ കപ്പാസിറ്റി, ഭക്ഷണം കഴിക്കാനുള്ള കഴിവ്, കപ്പാസിറ്റി എങ്ങനെ കൂട്ടും? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവന് 3 ഇഡ്ഡലി കൊടുക്കാത്തത് കൊണ്ടാണ് കഴിക്കാത്തതെന്ന്? 3 ഇഡ്ഡലി കൊടുക്കാത്തത് കൊണ്ടല്ല കഴിക്കാത്തത്. അവൻ 1 ഇഡ്ഡലി കഴിക്കുമ്പോൾ തന്നെ മടി കൂടുന്നു. അപ്പോൾ മടി കുറക്കണം. 1 ഇഡ്ഡലി കഴിച്ചാലും 2 ഇഡ്ഡലി കഴിച്ചാലും അവന് മടി വരരുത്. 3 കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മടി മാക്സിമം ആവാൻ പറ്റുള്ളൂ. എന്നിട്ട് അവൻ നിർത്തണം. ഇനി വേണ്ടെന്ന് പറയും. മടി കൂടുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഭക്ഷണം നിർത്തുന്നത്. ഈ ഭക്ഷണം എന്ന് പറയുന്ന പോലെയാണ് ഇത് ചാർജ്. മടി എന്ന് പറയുന്ന പോലെയാണ് പൊട്ടൻഷ്യൽ. ക്യൂ കൂടുതൽ കൊടുത്താൽ കപ്പാസിറ്റി കൂടുമോ? ഇല്ല. കാരണം എന്താ? ക്യൂ കൊടുക്കാൻ കഴിയില്ല, കപ്പാസിറ്റി കുറവായതുകൊണ്ട്. അപ്പോൾ ഇനി സി കൂടാൻ ഒരു വഴിയേ ഉള്ളൂ. മടിയെ എന്ത് ചെയ്യുക? വിയെ എന്ത് ചെയ്യുക? കുറക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ കുറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ആലോചിക്കണം. ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ സി കൂട്ടാൻ ക്യൂ കൂട്ടിയാൽ പോരെ എന്ന് സംശയം ചോദിക്കും. ക്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, കാരണം കപ്പാസിറ്റി കുറവായുണ്ട്. ഭക്ഷണം കൂടുതൽ അവന് കൊടുക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമില്ല, അവൻ എടുക്കാത്തതിന് കാരണം മടി കൂടിയതാണ്. മടി കുറയണം, അതാ ഈ വി കുറയണം, എന്നാൽ കപ്പാസിറ്റി കൂടും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെറിയ കുട്ടീനെ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവ്. എന്താ സാധാരണ ചെയ്യാം? ഓന കുറേ ഭക്ഷണം മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് കയറ്റി അങ്ങ് വിടല.
അല്ല, എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഓഫറൊക്കെ കൊടുക്കും. നീ 2 ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞാൽ സിനിമ കൊണ്ടുപോകാനോ, അല്ലെ 2 ഇഡ്ഡലി കഴിച്ചിട്ട് 3ാമത്തെ ഇഡ്ഡലി കഴിക്കാനാണെങ്കിൽ ഒരു കഥ പറഞ്ഞു തരുന്നോ. അല്ലേ, ചെറിയ കുട്ടികളെല്ലാം കഥ പറഞ്ഞിട്ടെല്ലാം ഭക്ഷണം കഴിക്കുന്നില്ല. എന്തിനാണ് കഥ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നത്? കഥ പറയുമ്പോൾ അവൻ്റെ ശ്രദ്ധ കഥയിലാവും, അപ്പോൾ അറിയാതെ അവൻ കഴിച്ചു പോകും. അതേപോലെ ഇവിടെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മളല്ല, ഫാരഡെ കണ്ടുപിടിച്ച ഒരു വഴി എന്താ വെച്ചാൽ, ഇത് നിങ്ങളെ ഫസ്റ്റ് കണ്ടക്ടർ അല്ലെങ്കിൽ ഫസ്റ്റ് മെറ്റൽ പ്ലേറ്റ് P1, അതിന് നമ്മൾ +Q ചാർജ് കൊടുത്ത്, ഇത് തന്നെ ഫിഗർ ഇത് ഈ Q ചാർജ് കൊടുത്തപ്പം അവൻ്റെ പൊട്ടൻഷ്യൽ VI. പൊട്ടൻഷ്യൽ കുറക്കാൻ എന്താ വഴി? പൊട്ടൻഷ്യൽ കുറക്കണം. അതായത് ഇവിടത്തേക്ക് പോസിറ്റീവ് ചാർജ് വരുന്നതിന് ഇവൻ റിപ്പൽ ചെയ്യുന്നുണ്ട്, ആ റിപ്പൾഷൻ കുറക്കണം. റിപ്പൾഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഫാരഡെ ആലോചിച്ചപ്പോൾ കണ്ട ഒരു വഴി എന്താ വെച്ചാൽ, ഒരു മെറ്റൽ പ്ലേറ്റ് വെറുതെ ഇവിടെ കൊണ്ടുപോയി വെക്കുക, അടുത്ത് കുറച്ച് വിട്ടിട്ട്, തൊടണ്ട, ഗ്യാപ്പ് വേണം, ഇൻസുലേറ്റിംഗ് മീഡിയം വേണം. ഇൻസുലേറ്റിംഗ് മീഡിയം ഇത് എയറോ അങ്ങനെ എന്തെങ്കിലും ഇൻസുലേറ്റിംഗ് മീഡിയം. അപ്പോൾ നിങ്ങൾ ചോദിക്കും P1 അടുത്ത് P2 കൊണ്ടുപോയി വെച്ചുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ 1ാമത്തെ ടോപ്പിക്കിൽ പഠിച്ച മെത്തേഡ് ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ, ഒരു പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തൊരു മെറ്റൽ പ്ലേറ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടൈപ്പ് ചാർജ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യും. ഇൻഡക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ 1ാമത്തെ പേജിലോ മറ്റോ 2ാമത്തെ പേജിലാട്ടോ എഴുതിയിട്ടുണ്ടോ? കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പേജിലുണ്ടോ? അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഇത് നിങ്ങൾ കൊടുത്തതല്ല, മെറ്റലിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കും ഈ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്തു, അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ കാരണമാണ്. ആ ഇൻഡക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ലേശം കുറയും. കാരണം ഇപ്പം ഈ മെറ്റൽ പ്ലേറ്റ് P1 അടുത്ത് 2 ടൈപ്പ് ചാർജ് ഉണ്ട്. ഒന്ന് അവൻ്റെ സ്വന്തം സർഫേസിലുള്ള ചാർജും മറ്റൊന്ന് അടുത്തുള്ള വേറൊരു സർഫേസിലുള്ള ചാർജും. ഇപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലും ഉണ്ട്, ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലും ഉണ്ട്. ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് പൊട്ടൻഷ്യലും കൂട്ടിക്കഴിഞ്ഞാൽ റിസൾട്ട് കൂടുകയോ ചെയ്യുക കുറയുക ചെയ്യുക? എടാ, ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ കൂടെ ഇതൊരു പോസിറ്റീവ് നമ്പറാണ്. ഇപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവും നെഗറ്റീവും കൂട്ടിയാൽ കുറയുക ചെയ്യുക. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇവിടെ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യും. നിങ്ങൾ കൊടുക്കുന്നതല്ല ഇത് ഇൻഡക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനിൽ പറയുന്നുണ്ട്. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 3 പൊട്ടൻഷ്യലാണ്. ഇപ്പോൾ P1ൽ 3 പൊട്ടൻഷ്യൽ ഉണ്ട്. ഏതാ 3 പൊട്ടൻഷ്യൽ? ഒന്ന് ഈ സ്വന്തം പോസിറ്റീവ് ചാർജിനെ കൊണ്ടുള്ള പോസിറ്റീവ് പൊട്ടൻഷ്യൽ. ഈ P2 എന്ന് പറയുന്ന പ്ലേറ്റ് ഇവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്, ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടുത്തെ പൊട്ടൻഷ്യലിനെ കുറക്കുന്നുണ്ട്. പക്ഷേ ഈ പോസിറ്റീവ് ചാർജിനെ കൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കൂടുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇവൻ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ഈ ഭാഗത്തിലെ ചാർജിനെ കൊണ്ട് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവൻ്റെ പൊട്ടൻഷ്യൽ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ പോസിറ്റീവ് ചാർജ് ഇവൻ്റെ പൊട്ടൻഷ്യൽ കുറച്ച് കൂട്ടിയിട്ട് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതിന് കണ്ടുപിടിച്ച വഴി എന്താണെന്ന് അറിയാം. അതിന് ഫാരഡെ കണ്ടുപിടിച്ച വഴി എന്താ വെച്ചാൽ, ഈ പ്ലേറ്റിൻ്റെ അടുത്ത് വെച്ച P2നെ, ഇതെല്ലാം ഒരേ ഫിഗറാണ്, ഒരു ഡിഫറെൻറ്റ് സ്റ്റേജാണ്. ആദ്യം ഇത് വെച്ച് കൊടുത്തു. പിന്നെ നമ്മളെന്താ ചോദിച്ചാൽ അതന്നെയാണ് അവിടെയുള്ളത്, P2 തന്നെയാണ് ഇവിടെയുള്ളത്. ഇത് ആ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്തതാണ്. ഇവനെ ഈ സ്ഥലത്തുനിന്ന് മാറ്റണം. ഈ പോസിറ്റീവ് ചാർജിനെ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ ഏർത്ത് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെയുള്ള നെഗറ്റീവ് പോയി. ഇപ്പോൾ ഇവിടെ ഇവൻ്റെ സ്വന്തം പൊട്ടൻഷ്യലായ പോസിറ്റീവ് പൊട്ടൻഷ്യലും ഈ P2 പ്ലേറ്റിലുള്ള നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യലും ചേരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവൻ്റെ പൊട്ടൻഷ്യൽ V' ആയി. നേരത്തെയുള്ള വിയും ഇപ്പോൾ ഉള്ള V' നോക്കുമ്പോൾ V' വിൽ ബി ലെസ് ദാൻ V ആണ്. അപ്പോൾ പുതിയ കപ്പാസിറ്റൻസ് C', ഇപ്പോഴത്തെ ഇവൻ്റെ കപ്പാസിറ്റൻസ് വരിക Q/V' ആണ്. അതിങ്ങനെ V' ആയേ? നേരത്തെ Q/V, ഇപ്പോൾ Q തന്നെയാണ്, പക്ഷെ പൊട്ടൻഷ്യൽ ഇപ്പോൾ പുതിയ നമ്പർ ആയിട്ടുണ്ട് V'. ആ V' ലെസ് ദാൻ V ആയതുകൊണ്ട് C' വിൽ ബി ഗ്രേറ്റർ ദാൻ C. So this result shows we can increase the capacity of a conductor by placing another conductor plate P2 near to the P1 with an insulator separation, and P2 should be earthed. This arrangement is called capacitor. വ്യത്യാസം മനസ്സിലായ?
ഇതിനെ കപ്പാസിറ്റർ എന്ന് വിളിക്കൂല, ഇതിനെ കണ്ടക്ടർ എന്ന് വിളിക്കുക. പക്ഷേ ഈ കണ്ടക്ടറിൻ്റെ അടുത്ത് വേറൊരു കണ്ടക്ടർ ഏർത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റപ്പിനെ വിളിക്കുന്ന പേര് കപ്പാസിറ്റർ. എന്തിനാ ഈ സെറ്റപ്പ്? ഈ സെറ്റപ്പിലെ കൂടി നമുക്ക് ഇവൻ്റെ കപ്പാസിറ്റി കൂട്ടാം. എങ്ങനെ കൂട്ടി? ചാർജ് കൂടുതലൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട് ഇവൻ്റെ പ്രസൻസ് കാരണം. ഇപ്പോൾ നമുക്ക് ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ പറയുന്ന എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മളെ സ്കൂളിൽ ബോയ്സ് ഓൺലി സ്കൂള്, നമ്മളെ സ്കൂളിൽ NSS അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ വർക്ക് ചെയ്യണം. നമ്മളെ ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളെയും സ്കൂളിൻ്റെ പുറത്തെ മതിലിൻ്റെ പുറത്തുള്ള ഇതെല്ലാം റോഡോ അല്ലെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയക്കുന്നു. നമ്മളെ കുട്ടികൾ കുറച്ച് മടിയുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ പുറത്തേക്ക് ഈ 20 ആളും 40 ആളും പോയി കഴിഞ്ഞാൽ ചെറിയ വർക്കേ ചെയ്യുള്ളൂ, മടിച്ച് കളിക്കും. ചില ആൾ പുല്ല് ഒരിക്കും, ചില ആളൊന്നും പറയാണ്ട് വർത്തമാനം പറഞ്ഞേക്കും. അപ്പോൾ അവരെ ഈ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടണം. എന്താ ചെയ്യേണ്ടത്? തൊട്ടടുത്തുള്ള ഗേൾസ് ഓൺലി സ്കൂളിൽ നിന്ന് മറ്റോ കുട്ടികളെ എന്ത് ചെയ്യുക? റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഇറക്കുക. ആ ഗേൾസ് ഓൺലി സ്കൂളിലുള്ള ഗേൾസ് മൊത്തം റോഡിൻ്റെ അപ്പുറ സൈഡിൽ വെറുതെ വന്ന് നിന്നാൽ മതി. ഈ പ്ലേറ്റ് വെറുതെ വന്ന് നിന്നാൽ മതി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ബോയ്സ് ഓൺലി സ്കൂളിലെ കുട്ടികളുടെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാം കൂടി. ആ ഗേൾസ് വന്നിട്ട് വർക്ക് ഷെയർ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഈ പ്ലേറ്റ് ഈ ചാർജിനെ ഷെയർ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോഴും ഏത് പ്ലേറ്റിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ചാർജ് കൊടുത്തത്? P1 തന്നെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നേരത്തെയും P1 Q ആണ് കൊടുത്തത്, ഇപ്പം P1 Q ആണ് കൊടുത്തത്. ഈ കൊടുത്ത നമ്മൾ ഇവിടെ Q കൊടുത്തപ്പോൾ വലിയ പൊട്ടൻഷ്യൽ ഉണ്ടായേ, ഇപ്പം Q കൊടുത്തപ്പോൾ ഉണ്ടായ പൊട്ടൻഷ്യൽ V' കുറവാണ്. ഇവനെ കുറച്ച ആൾ ഈ നെഗറ്റീവ് ചാർജ്. അതാര്? നമ്മൾ കൊടുത്തല്ല, മെറ്റലിൽ ഇൻഡ്യൂസ് ചെയ്തത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇടിയില്ലേ? അവൻ എന്താ നിങ്ങൾ ഇവിടുന്ന് മാറ്റിയേ? ആ പോസിറ്റീവ് ചാർജ് നിങ്ങൾക്ക് ഗുണമല്ല ഉണ്ടാക്കുന്നത്, ദോഷം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ദോഷം ഉണ്ടാക്കുന്നത്? പോസിറ്റീവ് ചാർജ് ഇടി ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇവൻ കുറക്കുന്നതിൻ്റെ ഗുണം കംപ്ലീറ്റ് ആയിട്ട് കിട്ടാതെയാക്കുന്നത്. കാരണം പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയിട്ട് പൊട്ടൻഷ്യൽ കൂട്ടിക്കളയുന്നു. സോ ഈ അറേഞ്ച്മെൻറ്റിനെയാണ് കപ്പാസിറ്റർ എന്ന് പറയുക. അപ്പോൾ കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് 2 metal plates kept near to each other with an insulated separation, and one plate should be earthed. ഈ അറേഞ്ച്മെൻറ്റിനെയാണ് കപ്പാസിറ്റർ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ കപ്പാസിറ്റർ എന്ന് ഹെഡിങ് എഴുതുക. നിങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതുക. കൺസിഡർ എ മെറ്റൽ പ്ലേറ്റ് P1. Let plus Q be the charge given on the plate P1 so that its potential rises to V. Then its capacity C equal to Q by V. ആദ്യം ഈ ഫിഗർ വരയ്ക്കുക. അടുത്ത സ്റ്റെപ്പിൽ എഴുതുക. In order to increase the capacity, potential of P1 should be reduced. For that, we kept a metal plate P2 near to P1. എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കുക. Then, due to electrostatic induction, a minus Q charge will be induced on either side on P2 near to P1, and plus Q charge will be induced on the further side of P2. The minus Q charge induced on P2 will reduce the potential of P1, whereas plus Q charge induced on P2 will increase the potential of P1. Now, next step. Now we connect the metal plate P2 to the earth so that the plus Q charge induced on P2 will flows to the earth. Now the potential on P1 will be reduced to V dash. The new capacity becomes C dash equal to Q by V dash. Q by V dash. Since V dash is less than V, so C dash will be greater than C. This is the principle of capacitor. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക നോട്ടിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് കപ്പാസിറ്റർ, വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ. റെഡി? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ പറയും, പിന്നെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.